ISLിലെ മിക്ക ക്ലബ്ബുകളും അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ താൽക്കാലികമായി നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ISL നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പാവാത്തതുകൊണ്ടാണ് ISLിലെ മിക്ക ക്ലബ്ബുകളും ഇപ്പോൾ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ സൈനിങ്ങും അതുപോലെ തന്നെ വിദേശ സൈനിങ്ങും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു യുവതാരത്തിൻ്റെ കരാർ പുതുക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. മലയാളി സൂപ്പർ താരമായ ശ്രീകുട്ടൻ്റെ കരാറാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നിലവിൽ പുതുക്കിയിട്ടുള്ളത്. താരത്തിന് 2027 വരെയുള്ള പുതിയ കരാറാണ് ഇപ്പോൾ നിലവിൽ മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഒഫീഷ്യലായി തന്നെ ഇക്കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആരാധകരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇക്കാര്യം ഒഫീഷ്യലായി തന്നെ ആരാധകരോട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലേക്ക് എത്തുന്നത്. എന്നാൽ മിഗായൽ സ്റ്റാറയുടെ കീഴിൽ അദ്ദേഹത്തിന് ISLൽ കാര്യമായ അവസരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ പിന്നീടാണ് മിഗായൽ സ്റ്റാറെ പുറത്തു പോയതിനു ശേഷം മലയാളി പരിശീലകനായ TG പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായി എത്തിയത്. എന്നാൽ പുരുഷോത്തമൻ്റെ കീഴിൽ കുറച്ച് അവസരങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ഡേവിഡ് കാറ്റ്ലെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത്. എന്നാൽ ഡേവിഡ് കാറ്റ്ലയ്ക്ക് കീഴിൽ കാര്യമായ അവസരങ്ങളൊക്കെ ശ്രീകുട്ടന് കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവസരങ്ങളൊക്കെ മുതലെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സൂപ്പർ കപ്പിൽ അവിടെ മോഹൻ ബഗാനെതിരെ ഒരു ഗോൾ കണ്ടെത്താനും ശ്രീകുട്ടന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡേവിഡ് കാറ്റ്ലയുടെ സിസ്റ്റത്തിലെ ഒരു പ്ലെയറായി മാറാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഡേവിഡ് കാറ്റ്ലയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ താരത്തിൻ്റെ കരാർ പുതുക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻഗസും ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 2027 വരെ ശ്രീകുട്ടൻ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും.